ഒരു പുഷ്പം മാത്രമെൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാ. മെബു എന്തോ ചോദിക്കാല്ലേ? ഷാനിക്ക മെബു എന്തോ അടിപൊളിയായിരുന്നു മെബു. താങ്ക് യു. നല്ല ഫീൽ ഉണ്ടായിരുന്നു. എഗൈൻ നമുക്ക് എല്ലാവർക്കും ഇവിടെ ഉള്ള കൗതുകം എന്ന് പറയുന്നത് ഇതുപോലത്തെ ലെജൻഡറി സോങ്സ് ഈ ഒരു കുട്ടി ശബ്ദത്തിൽ കേൾക്കുന്നു എന്നുള്ളത് ഒരു ഭയങ്കര കൗതുകമുള്ള ഒരു കാര്യമാണ്. മെബു കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ അസാധ്യമായിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ. താങ്ക് യു. നല്ല ഫീൽ ഉണ്ടായിരുന്നു. അതിന്റെ ഡൈനാമിക്സ് ഒക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു. പിച്ചിങ് മാത്രം ഇവിടെ ചരണത്തിൽ ചെറുതായിട്ട് ഏതായിരുന്നു മമ്മസഖി അല്ലേ? പിന്നെ ഇവനും അറിയാം മ്യൂസിക്കൊക്കെ. പെട്ടെന്ന് ആ മമസഖി വന്നപ്പോ ഞാൻ അതല്ലല്ലോ മമസഖി, ഞാൻ അറിയാവുന്ന മമ്മസഖി ഇങ്ങനെ അല്ലാന്ന്. കറക്റ്റ് അവിടെ എത്തിയ പിച്ചൗട്ട് പോയപ്പോ ഞാൻ ഈ പാട്ടാണ് ഏറ്റവും കൂടുതൽ വർഷങ്ങൾക്ക് ശേഷത്തിനകത്ത് ഞാനും അപ്പുവും കൂടെ ഇതിനകത്ത് ഇടക്കിടക്ക് പടത്തിൽ ഇങ്ങനെ പാടി പാടി പോകുന്നുണ്ട്. പാടി പാടി പോയെന്നല്ലേ പറഞ്ഞു. ഞാൻ ജീവിതത്തിൽ പാടി ഏത് ഒരു പുഷ്പം ഷാനിക്കും കൂടെ ഒന്ന് പാടി തരുവാണെങ്കിൽ ഞാൻ പാടും. സപ്പോർട്ട് ചെയ്യാനുണ്ട്. ആ തുടങ്ങിക്കോ, നിങ്ങൾ 1 2 3 4. ഒരു പുഷ്പം മാത്രമെൻ പൂങ്കുലയിൽ നിർത്താൻ ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. ഒരു ഗാനം മാത്രമെൻ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചെവിയിൽ മുളാൻ. ധ്യാൻചാന്റെ സൗണ്ട് ഇങ്ങനെ എടുത്തു നിൽക്കുന്നുണ്ട് കേട്ടാ. ഓഹോ അത് വേണം. ധ്യാൻ ചേട്ടാ, ഇതുപോലെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരു പാട്ട് ഏതായിരിക്കും? ഇവൻ എന്നെ ഒരു നോട്ടം. ഇയാളുടെ ഏതെങ്കിലും പാട്ട് പറയണമല്ലോ. ആരുടെയും പറയാം. ഞാൻ ഇടക്കിടക്ക് ഞാൻ കേൾക്കുന്ന ഷാനിക്കയുടെ ഒരു പാട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഞാൻ കേട്ടിട്ടുള്ളത്. അത് ഗോദയിലെ മറ്റേ പാട്ട് മറന്നു, ആരോ നെഞ്ചിലോ. ആരോ നെഞ്ചിൽ. ഞാൻ ഇടക്കിടക്ക് കേൾക്കാറുണ്ട്, പക്ഷെ പാട്ട് ഓക്കെ. ഹരിച്ചേട്ടൻ പാടിയ ഇഷ്ടപ്പെട്ട ഏറ്റവും വലിയ പാട്ട് ഏതാ? ഈയിടെയായിട്ട് എന്റെ കൊറേ ചുണ്ടനക്കുന്നുണ്ട് പാട്ടുകൾ. ഹരി പാടി എനിക്ക് ഇത് അല്ല, ധ്യാൻ ചേട്ടന് വേണ്ടി ഏറ്റവും കൂടുതൽ പാടിയിട്ടുള്ളത് ഹരിച്ചേട്ടനാന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആ ഒരു നന്ദി നമുക്ക് വേണ്ടേ? അപ്പൊ പറ. എനിക്കാണ് നന്ദി. മറ്റേ ഞാനിങ്ങനെ ഓരോ ദിവസം പോകുമ്പോ ഇത് മൂവിയാണ്, ഇത് ധ്യാന്റെ മൂവിയാണ്. ശരി, ധ്യാൻ ചേട്ടൻ എനിക്ക് ജീവിച്ചു പോവാന്ന്. അതെനിക്ക് ഇത് ഹരി ഫസ്റ്റ് പാടിയ ഒരു പാട്ട് മറ്റേ ഏത്? തൊവിയുടെ പടത്തിലെ ജീവാംശം. താങ്ക് യു. അല്ല, ധ്യാൻ ചേട്ടൻ അഭിനയിച്ച സിനിമയില് അതിലേതൊക്കെ ഹരി പാടിയെന്ന് എനിക്ക് അറിയില്ല. സിനിമയുടെ കഥ പോലും അവനറിയില്ല, പിന്നെയാണ് അതിന്റെ പാട്ട്. ഒരെണ്ണം പോലും ഓർമ്മയില്ല അല്ലേ? സത്യം എനിക്കറിയില്ല. ഞാൻ അഭിനയിക്കാറുള്ളൂ, പാട്ട് അങ്ങനെ ഭയങ്കര സത്യം. ഇനി പാട്ട് പൊതുവെ എന്റെ മനസ്സിൽ അങ്ങനെ ഇല്ല. എനിക്ക് ഒന്ന് കണക്ട് ആവുന്നത് ആലോലോ ആയിരിക്കും. കോമൺ ആയിട്ട് വർക്ക് ചെയ്തൊരു. അതെ. ഓക്കെ, അപ്പൊ നമുക്ക് ചോദിക്കാം. ഹരിച്ചേട്ടാ അടിപൊളിയായിട്ട് പാടി. ഈ സോങ് കുറച്ച് എന്താ പറയാ, കേൾക്കാൻ ഇമ്പം ഉണ്ടെങ്കിലും പാടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിന്റെ എല്ലാ തിങ്സും ഈ സംഗതീസൊക്കെ അത് നല്ല രസമായിട്ട് പാടുന്നുണ്ടായിരുന്നു. എല്ലാം മീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. താങ്ക് യു. ഒരു ഗോൾഡൻ മൊമെന്റ് ഒക്കെ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു ഇൻഫാക്ട്. പക്ഷെ മമസഖിയിൽ അതങ്ങ് അയ്യോ അടുത്ത പ്രാവശ്യം കൊടുക്കാം. പക്ഷെ രസമായിരുന്നു കേട്ടോ. എല്ലാവരും എൻജോയ് ചെയ്ത് ഫ്ലോറിലുള്ള ആ പാട്ടിന്റെ ഫീൽ ഉൾക്കൊണ്ട് പാടി. ആൻഡ് അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. കഴിഞ്ഞ റൗണ്ട് ഏതായിരുന്നു പാടിയത് മോൻ? രാത്തിങ്കൾ പൂത്താലി. അതും അടിപൊളിയായിരുന്നു. അതിനേക്കാളും ബെറ്റർ ആയി തോന്നുന്നു എനിക്ക്. ഈ റൗണ്ട് പാടിയപ്പോ കുറച്ചുകൂടി രസമായിട്ട് പാടി. ഓരോ റൗണ്ടിലും ഇംപ്രൂവ്മെന്റ് ആയി വരികയാണ്. അതാണ് നിനക്ക് നല്ലത്. ഇവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ ആ ഒരു സ്വഭാവം നല്ലതാണ്. എത്ര നാളെ ഷാനിക്ക. ഓക്കെ ഓക്കെ, അപ്പോ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ. സായി ജിജി, ഒരു സോങ് ഒരു ആർട്ടിസ്റ്റ് ഒരു സിംഗർ അവതരിപ്പിക്കുമ്പം നമ്മൾ ആ ഒരു ട്രാൻസിയന്റ് നേച്ചറിലോട്ട് നമ്മളെ കൊണ്ടുപോകുക എന്നുള്ളതാണ് ഒരു സിംഗറിന്റെ ധർമ്മം. അത് കറക്റ്റായിട്ട് മെബു ചെയ്തിട്ടുണ്ട്. ആ സോങ് വരുമ്പോഴേക്കും നമ്മൾ വേറൊരു ലോകത്തേക്ക് ആക്ച്വലി കൂട്ടിക്കൊണ്ടുപോയി. ആൻഡ് ഹരി പറഞ്ഞ മാതിരി ഈ പാട്ട് ആക്ച്വലി കേൾക്കാൻ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ളതാണെങ്കിലും ചെറിയ ചെറിയ ന്യൂൻസസ് ഒക്കെ ഭയങ്കര ടഫാണ്. അതിൻ്റെ ആരോഹണം അവരോഹണമൊക്കെ നല്ല ചെറിയ ചെറിയ ക്രിസ്പായിട്ടുള്ള കാര്യങ്ങൾ ഭയങ്കര സ്വീറ്റായിട്ട് വന്നിട്ടുണ്ട്.
അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര ഫീലോട് കൂടി പാടി. ചില വരികളിൽ നമ്മൾ തീരെ എക്സ്പെക്ട് ചെയ്യാത്ത ഒരു കാര്യം ഇട്ടിട്ടുണ്ട് അതിൻ്റെ അകത്ത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര അടിപൊളിയായിട്ട് പാടി മെബു. കീപ് ഇറ്റ് അപ്പ്. എന്താണോ മോന്റെ ഇതിൻ്റെ അകത്ത് സ്ട്രെങ്ത്, ആ സ്ട്രെങ്ത് ഈ പാട്ടിൽ ആക്ച്വലി യൂസ് ചെയ്തിട്ടുണ്ട്. നല്ല ഇൻവോൾവ്മെന്റോട് കൂടി പാടി. താങ്ക് യു. യെസ്. സൂപ്പർ. താങ്ക് യു മെബു. അപ്പോ നെക്സ്റ്റ് ടൈം കാണാം. ഓക്കേടാ, ബൈ. Mama girl,